ഇതൊന്നും എനക്കെന്താ പറയുക, എനിക്ക് ഇതുവരെ ഞാൻ വിസിറ്റ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് ഇതാണ് പെഹൽഗാം. ഇതിലും നല്ല ഇഷ്ടപ്പെട്ട എനിക്ക് വേറെ എവിടെയും ഇല്ല. നമ്മൾ കുറെ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാ, ഇതൊക്കെ വന്ന് കാണുക കുറച്ച്. കുറെ പൈസ ഒക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചൊരു കാര്യമില്ല. കുറച്ച് പൈസ ഇല്ല, കട എടുത്ത് വരിക, എന്നിട്ട് പിന്നെ നാട്ടിൽ പോയിട്ട് വീട്ടുക. അതാണ് ഏറ്റവും നല്ല പരിപാടി. പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങിച്ചാണെങ്കിൽ വരിക, എന്നിട്ട് പിന്നെ ഇതൊക്കെ കാണുക, എന്നിട്ട് നാട്ടിൽ പോയിട്ട് അത് കടം വീട്ടുക. അതാണ് ഏറ്റവും നല്ല പരിപാടി. അതാണ് എൻ്റെ പരിപാടി. നോക്കാം, ഈ ഒരു വെള്ളത്തിൽ 1 മിനിറ്റിലധികം പിന്നെ കാല് കുത്തി വെക്കാനൊന്നും ആവില്ല. നമ്മളെ കാലൊക്കെ അപ്പാട് മരവിച്ച് കോച്ചു പോകും. അത്രയും തണുപ്പാണ്. ഈ ഒരു ടൈമിൽ തന്നെ ഇവിടെ വരണം കേട്ടോ. ഈ ഒരു കണ്ടീഷൻ ചിലപ്പോ ഐസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലും നല്ല വ്യൂ ആയിരിക്കും. പിന്നെ ഈ ഒരു ടൈം നല്ല ടൈമാണ്. ഈ ഒരു ടൈം എന്താ വെച്ചാൽ അധികം വെള്ളമില്ലാന്ന് ഐസ് പിന്നെ നല്ലോണം മെൽറ്റ് ചെയ്യുന്ന സമയമാണെങ്കിൽ ഈ പാറക്കെട്ടൊക്കെ കവർ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പാറക്കെട്ടൊക്കെ നമുക്ക് കാണാം. അതാണെങ്കിൽ കുറച്ച് ദൂരം വരെ പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ ഗൈഡ് ടൈം ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറാത്ത. എന്തായാലും നമ്മൾ ഇനിയും വരും ഇവിടുത്തേക്ക്. ഇനി എന്തായാലും 100% ഇവിടെ വരും. ഇപ്പം അല്ലെങ്കിൽ പിന്നെ വരും 100%. അപ്പോൾ നമുക്ക് ഇപ്പം ഈ ഒരു ഭാഗം കണ്ടിട്ട് തന്നെ നമ്മളെ മനസ്സ് പിന്നെ എന്താ പറയുക ഹാപ്പിയായി. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 150 രൂപ കൊടുത്തിട്ട് കയറേണ്ടത്. അപ്പോൾ അവിടെ എന്തായാലും ഇതിലും നല്ലൊരു വ്യൂ ഉണ്ടാവും. നമുക്ക് പിന്നത്തെ എന്തെങ്കിലും ഒന്ന് നമുക്ക് അവിടെ വെക്കണം, എന്തെങ്കിലും ഒന്ന് ബാലൻസ് വെക്കണം, എന്നാലേ പിന്നെ ഇവിടത്തേക്ക് വരണം എന്ന് തോന്നുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതവിടെ ബാലൻസ് വെച്ചിട്ട് നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യത്തേക്കുള്ളതിൽ ഒരു ലിസ്റ്റിലിടാം. ആർക്കും ഈ ഒരു വെള്ളത്തിലൂടെ അധികം നേരം നടക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാല് കോച്ചി പോകും. ഫിക്സ് വന്ന പോലെ ഇപ്പോൾ കാല് കോച്ചി പോകും. അത് 100% ഉറപ്പ്. അത്രയും തണുപ്പാണ്. നമ്മളൊരു ഐസിന്റെ മുകളിൽ ചവിട്ടുന്നത് എങ്ങനെയാ, അതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ചവിട്ടുന്നത്. ഒരു മിനിറ്റ് വെക്കാൻ തന്നെ വലിയ കാര്യമാണ്. ഇതിലും പ്യുവറായിട്ടുള്ള വെള്ളം വേറെ കിട്ടിയെന്ന് വരില്ല. നമ്മളെ നാട്ടിലൊക്കെ എന്താ പറയുക, എല്ലാം പുഴയൊക്കെ ആണെങ്കിലും പിന്നെ കുന്നുറൊക്കെ ആണെങ്കിലും അതിലൊക്കെ പല വേസ്റ്റുകളും പിന്നെ വരും. പക്ഷേ ഇത് മുകളിൽ നിന്ന് ഐസ് മെൽറ്റായിട്ട് വരുന്ന, ഇതിലും നല്ലൊരു വെള്ളം വേറെ കിട്ടുന്നുണ്ടാവില്ല. എന്താ പറയാ, അതില് നമുക്ക് കുളിക്കല് നടക്കൂല. ഇപ്പൊ ഈ ഒരു തണുപ്പാണെങ്കില് ഇത് ഡിസംബറിലൊക്കെ ഇവിടുത്തെ തണുപ്പ് എന്തായിരിക്കും? ഏതാ നോക്ക്, കാണുന്നില്ലേ? ഓ സൂപ്പർ. ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പോയ പറ്റുള്ളൂ. നാളെ ടിക്കറ്റ് എടുത്തിട്ടേക്കാം. ഓ രക്ഷയില്ല. അതാണ് അവസ്ഥ. കുളിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ തണുത്തിട്ട് എന്താ പറയാ തോന്നുന്നില്ല കുളിക്കാൻ. ഈ കാലൊന്ന് മുക്കുമ്പോഴത്തേക്കന്നെ നമുക്ക് അധിക നേരം ഈ വെള്ളത്തിൽ കാല് കുത്തി വെക്കാൻ പറ്റൂല. എന്നാ അത്രയോ തണുപ്പാണ്. ഇതാണ് അവസ്ഥയെങ്കിൽ ഡിസംബറിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഡിസംബറിൽ ഇവിടെ വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഐസായിരിക്കും. വരുന്നതാണ് ഈ ഒരു ടൈമിൽ. ഇർഫാൻ ഭായ്, ഡിസംബർ में ये पूरा ऐस हो जाएगा. അപ്പോൾ ഡിസംബറിലൊന്നും വന്നിട്ട് കാര്യമില്ല. ഡിസംബറിലൊക്കെ വരുന്നതാണ് ഈ ഒരു ടൈമിൽ വരണം. ഇത് കംപ്ലീറ്റ്ലി ഐസായിരിക്കും. നമുക്ക് വന്നിട്ട് കാര്യമില്ല. ഈ ഒരു വെള്ളത്തിന്റെ കളറാണ് കേട്ടോ ഇതിന്റെ ഡിഫറെന്റ് ആക്കുന്നത്. ഈ കല്ലും പിന്നെ വെള്ളം ഒഴുകുന്നതൊക്കെ നമ്മളെ വയനാട്ടില് കുറുവാദ്വീപ് പോയാൽ കാണും. പിന്നെ കുറച്ച് ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ വേറെ കുറച്ച് ടൈപ്പ് മരങ്ങളും ഡിഫറെന്റ് ആയിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ വെള്ളത്തിന്റെ കളറും ഈ ഒരു പൈൻ മരങ്ങളും ആ കുന്നൊക്കെ നമുക്ക് വേറെ എവിടെയും കിട്ടൂല. അത് ഇവിടെ വന്നിട്ട് തന്നെ എൻജോയ് ചെയ്യണം. നമ്മളെ
പഹൽഗാമിന്ന് ഹോഴ്സ് റൈഡ് ചെയ്തതിലും നല്ലത് ഇവിടെ വരുന്നതാണ്. ഇത്രയോ പൊളിയാണിത്. ഇത് തന്നെയാണ് ശരിക്കും ഭൂമിയിലെ പർദീസ എന്ന് പറയുന്നത്. ഇത്രയും നല്ലൊരു സ്പോട്ട് ഞാൻ വേറെ എവിടെയും കണ്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ വേറെ എവിടെയും കണ്ടില്ല ഇത്രയും നല്ലൊരു സ്പോട്ട്. ഇതിൻ്റെ അവിടെ ഒരു പാർക്ക് ഉണ്ട്. പിന്നെ ഇതേ വ്യൂ ആണെന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്ത്. പക്ഷെ നമുക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകുന്നത് അകത്ത് കടന്നാൽ തിരിച്ചു പോകുന്നത് ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ പാർക്കിൻ്റെ അകത്ത് കയറുന്നില്ല. നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയില്ല. ശരിക്കും പിന്നെ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഒക്കെ മൂപ്പരെ നമ്മളിവിടെ എത്തിച്ചു. അപ്പോൾ മൂപ്പര തന്നെ പറയുന്നത് തിരിച്ചു പോകാൻ ലേറ്റ് ആവും, ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതാണ് നസറു ഭായ്, ഇതിൽ നല്ല സ്പോട്ട് വേറെ എവിടെയാ കണ്ടേ? എവിടെയാ കണ്ടേ? ഇതിലും നല്ല എവിടെയെങ്കിലും കണ്ടുകോ? അല്ല, ഇതിലും നല്ലത് വേറെ എവിടെയെങ്കിലും? നമ്മൾ ശരിക്കും പഹൽഗാം വന്നിട്ട് അവിടെ ഈ ഒരു സ്പോട്ട് നമുക്ക് അറിയില്ലായിരുന്നു. പഹൽഗാം വന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോ നമ്മളെ ഡ്രൈവർ ഇർഫാൻ ഭായ്, ഇർഫാൻ ഭായ് ആണ് നമ്മളോട് പിന്നെ ഇവിടുത്തം വരെ കൊണ്ടുവന്നത്. ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തം വരെ കൊണ്ടുവന്നത് ഇർഫാൻ ഭായ. നമുക്ക് ഇവിടെ വന്നെങ്കിലേ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. ഇത്രയും നല്ലൊരു വ്യൂ മിസ്സാകാന്ന് വെച്ചാൽ ഭയങ്കര നഷ്ടമാണ്. ഇവിടുന്ന് ശരിക്കും നമുക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഇവിടെ നല്ല ഒരു ടെന്റ് അടിച്ച് താമസിക്കാനൊക്കെ തോന്നും. ഈ പാറക്കെട്ടും പിന്നെ ഇതിലെ വെള്ളം പോകുന്നതൊക്കെ നമ്മളെ വയനാട്ടിൽ തന്നെ കുറുവാ ദ്വീപൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കളറിലുള്ള വെള്ളം വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു ഭംഗി നമ്മളെ കുറുവാ ദ്വീപ് ഈ ഒരു പോർഷനിൽ കേട്ടോ, ഈ ഒരു പോർഷനിൽ ഇത്ര ഭംഗി കിട്ടൂല. എന്താണെന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിന്റെ കളർ വേറെ, ഇവിടെ വേറെ കളറാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്താ പറയാ, ഈ ഒരു കളറ് കാണുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് ഹാപ്പി ആവും. പിന്നെ അതുപോലെ ഈ കുന്നിൻ ചെരുവ്, ഈ പൈൻ മരം, അതൊക്കെ അമർനാഥ് തീർത്ഥയാത്ര നടത്തുന്ന സ്ഥലമാണ്. ആ കുന്ന് കയറിയിട്ടാണ് അമർനാഥ് പോവുക. അപ്പോൾ ഈ ഒരു കുന്നിൻ്റെ വ്യൂ, ഈ പൈൻ മരത്തിൻ്റെ വ്യൂ, ഈ ഒരു വെള്ളത്തിൻ്റെ കളറിൻ്റെ വ്യൂ ഒന്നും നമുക്ക് എവിടെയും കിട്ടില്ല. എന്താ പറയുക, വേറെ കിട്ടുന്നതായിരിക്കും. ഞാനിതുവരെ വേറെ എവിടെയും കണ്ടില്ല. ഞാൻ പോയാലും വേറെ എവിടെയും കണ്ടില്ല. നമ്മൾ കുറെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാ, ഇതൊക്കെ വന്ന് കാണുക. കുറച്ച് കുറെ പൈസയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കാര്യമില്ല. കുറച്ച് പൈസ ഇല്ല, കട എടുത്ത് വരിക, എന്നിട്ട് പിന്നെ നാട്ടിൽ പോയിട്ട് വീട്ടുക. അതാണ് ഏറ്റവും നല്ല പരിപാടി. അതാണ് എൻ്റെ പരിപാടി. നോക്കാം. കാശ്മീരിനെക്കാട്ടും നല്ല സ്പോട്ട് വേറെ എവിടെയും ഇല്ല കേട്ടോ. ഞാൻ വിസിറ്റ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഇതാണ്. കണക്ട് ചെയ്തൊക്കെ പോവാ. കുറച്ച് ചെറിയ റിസ്ക് എടുക്കണമെന്നല്ലോ. കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പോവാം. നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇതേ കളറിലുള്ള വെള്ളമാണ് പല സ്ഥലങ്ങളിലും കണ്ടത്. പക്ഷെ അവിടെ ഒന്നും ആർമി നിർത്താൻ പറ്റില്ല. അതിൻ്റെയൊക്കെ എന്താ പറയാ, പ്രതികാരം ഇവിടുന്ന് തീർക്കാം. ഇത് കണ്ട് ഇതിൽ കുളിച്ച് ആർമാദിച്ചിട്ട് പോവാം. നമുക്ക്
നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കയറി അതിനൊക്കെ കല്ലുമ്മ ചവിട്ടി അങ്ങനെ കയറി പോവാം. നമുക്ക് അവിടത്തേക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ പൈൻ മരങ്ങളാണ്. ഇവിടുത്തെ ഈ തണുപ്പ് നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയാ, നമുക്കിങ്ങനെ ഫീൽ ആകുന്നുണ്ട് ഇത് തണുപ്പ്. നമ്മളെ കുറുവാ ദ്വീപിന്റെ ഏറ്റവും എക്സ്ട്രീമാണിത്. കുറുവാ ദ്വീപൊക്കെ ഇതിന്റെ ചെറിയൊരു ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഈ വെള്ളത്തിന്റെ കളറ്, അതുപോലെ എന്താ പറയാ പൈൻ മരങ്ങള്, പിന്നെ നമ്മളെ കുറുവാ ദ്വീപിലൊക്കെയാണ് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. അവിടെയൊക്കെ കുന്നുകളാണ്. കിടിലൻ അല്ലെങ്കിൽ കിഡിലോസ്കി വ്യൂ ആണ്. ഇവിടുന്ന് നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കട്ടോ. നമുക്ക് കുളിക്കാം. നമുക്ക് കുളിക്കാനൊന്ന് ട്രൈ ആക്കുന്നുണ്ട്. നമ്മൾ തോർത്തും കാര്യങ്ങളൊന്നും എടുത്തില്ല. അതെല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് കുളിക്കാം. അവിടെ ചെറിയ മസ്ജിദ് പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഏരിയയിൽ ചെറിയ മസ്ജിദ്, രണ്ട് ലേഡീസ് ഇരിക്കുന്നിടത്ത് ചെറിയൊരു മസ്ജിദ് എന്നല്ല എഴുതി വെച്ചു. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ നിസ്കരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്തെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഈ ഒരു ഭാഗത്തെ സ്റ്റോപ്പ് ചെയ്യാൻ വിടുന്നുള്ളൂ. വേറെ എവിടെയും വണ്ടി നിർത്താൻ അനുവദിക്കുന്നില്ല. നമുക്ക് കാണണമെങ്കിൽ ഇവിടെ വന്ന് കാണാം, അല്ലാതെ മെയിൻ റോഡ് സൈഡിലൊന്നും എവിടെയോ വണ്ടി സ്റ്റോപ്പ് നിർത്താൻ അനുവദിക്കുന്നില്ല. പിന്നെ അവിടെ എൻട്രി ഉണ്ട് കേട്ടോ. 150 രൂപ കൊടുത്താൽ ഉള്ളിലേക്ക് പോയാൽ എന്താ കാണാൻ. അത് നോക്കാം. അത് ചിലപ്പോൾ അതും നോക്കിയിട്ട് ട്രൈ ആകാം. വെള്ള കളറിലുള്ള വെള്ളം ഇങ്ങനെ വരുന്ന കണ്ടാൽ തന്നെ നമ്മളെ മൈൻഡ് ഹാപ്പിയാണ്. അധിക സ്ഥലത്തൊന്നും ആർമി നമ്മളെ അവിടെ വരുന്ന വഴിയിൽ നിർത്താൻ ശ്രമിച്ചിടത്തൊന്നും വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷെ അതിനെല്ലാം പകരം വീട്ടാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ മുകളിൽ വന്നുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. कुछ लेक अंदर जा सकते हैं. वो लेक क्लोज है जहाँ बर्फ दिख रही है. सर कुछ खाना पीना लेकर खा लो. खाना पीना कुछ कर दो ऑर्डर. यहाँ लेक किधर है भाई? लेक जहाँ बर्फ दिख रहा है वो ऊपर, वो चढ़ाई खत्म करके इसके बीच में बर्फ नजर आ रहा है. वो पीछे वो पानी यहाँ बड़ा सारे जाना है. वहाँ कितना चार्ज कितना है? घोड़े से आया यहाँ. पता नहीं सब वो नीचे से करना पड़ेगा. पैदल जा सकते हैं? हाँ सुबह पैदल जा सकते हैं. सुबह आप किस होटल में? किस होटल में आए? हम श्रीनगर में. कहाँ? अभी पहलगाम कहाँ में? पहलगाम अभी आया एक. जाना है सुबह वहाँ. मैं आऊँगा साथ. घोड़े का ज़्यादा मैं कम ले लूँगा. मैं सुबह साथ. मेरा नंबर ले लो, फोन कर. ठीक है. नॉर्मल कितना उधर जाने का? उधर तो 6-8 हज़ार लेते हैं. 8,000? हाँ मैं साथ आऊँगा. कोई 800 नहीं, 8,000 है. बहुत ज़्यादा नहीं. जाना भी दूर है सर. ले लो नंबर दे दो मुझे. मेरा नहीं हम इधर आज इधर से निकलेगा. पैदल लेके जाएगा सुबह. कितना रेट को? जो आप दे देगा भैया. मैं साथ पैदल जाऊँगा. घोड़ा नहीं लूँगा. ऐसे आऊँगा आपके साथ. ले लो नंबर मेरा अपना दे दो मुझे. आज इधर से निकलेगा. फिर नहीं. हाँ. कहाँ से? केरला से. मुझे समझ आ गया केरला. കേരളക്കാരാ എല്ലാവരും പെട്ടെന്ന് മനസ്സിലാവുണ്ടോ. ठीक है भाई, मिलेगा. ठीक. നമുക്ക് എത്രയോ ഒരു കാറ്റമറാൻ വന്നിട്ട് വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വന്നപ്പോൾ. ഇതാണ് ഇവിടെ ഒരു സ്പോട്ട്. നല്ലൊരു ഗ്രൗണ്ടും കാര്യങ്ങളും. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഇത് കടന്നപ്പുറം പോയാൽ ലേക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരാൾ നമ്മളങ്ങ് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനുള്ള ടൈമില്ല.
ഈ ഒരു മല കടന്നിട്ട് അതിൻ്റെ അപ്പുറം പോകണമെന്ന് പറയുന്നത്. നടന്നു പോകാനുള്ള റൂട്ട് ഉണ്ട്, മൂപ്പര് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും പൈസ തന്നാൽ മതി, കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വേണേൽ പോവാം. പഹൽഗാം നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ രാവിലെ ഇവിടെ എത്തുക. ഇവിടുന്ന് നമുക്ക് എന്താക്കാം, മുകളിലേക്ക് വേണമെങ്കിൽ കയറി പോവാം. ഇപ്പം നമുക്ക് 1300 നമ്മളവിടുന്ന് പോണി ചാർജ് വാങ്ങിച്ചത്. അവിടെയൊക്കെ ചെറിയ സ്റ്റാളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റുകളൊക്കെ വലിയ രീതിയിലില്ല, പക്ഷെ കുറവാണ്. ബൈസറൻ ഗ്രൗണ്ട് എന്നാണ് പറയുക. അത് നമ്മളിപ്പോൾ പോണി റൈഡ് കഴിഞ്ഞ് കയറി വന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഈ ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ആ ഭാഗത്തൊക്കെ ഇവിടെയുള്ള ഈ ഒരു ക്ലൈമറ്റുമായിട്ടുള്ള മരങ്ങളാണ്. ആ കുന്ന് മുകളിലൊക്കെ ഈ ഒരു മരമാണ് കാണാനുള്ളത്. ഈ ഒരു ബോള് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നു വെച്ചാൽ ഇത് പുറത്തൊരു ബോള്, അതിൻ്റെ ഉള്ളിൽ വേറൊരു ബോളാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അതിൻ്റെ സേഫ്റ്റിക്കുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മള് അമൃത്സറിൽ നിന്ന് പക്കടി കെട്ടണമെന്ന് വിചാരിച്ച, പക്ഷെ ഒരു ലോക്കലായിട്ടുള്ള ആളെ കൊണ്ട് പക്കടി കെട്ടിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ അത് അവിടുന്ന് നടന്നില്ല. ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവിടെ പഹൽഗാം എത്തിയപ്പോൾ ഒരു ടീമിനെ കിട്ടി. അപ്പോൾ അവരെ കൊണ്ട് കെട്ടിക്കുക. പകടി 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 പകടിയേ वाला मुंडा है। ए भैया ले आपका हालो कैसा है? इधर साज दे बना जेडे बनन दे यार, साज दी बनाई भरा किन्नी करी बनानी है, साज दे बना जेडे बनन दे मामा। हाल लो पाजी इधर देखो, माड़ा इधर देखो सही पाजी, अभी जहां पे लगा के तुम इधर ताज है, इधर चौक दे नाम बरोड़ी ना तुझे। हां सही है। नहीं मौत का खेल है ना भाई, जान भी देनी है, फिर पैसा भी देना है, सब कुछ हमें देना है। ये बाइक की जो कैरबन है वो छोटी है, इसलिए हल्का सा इसमें कुछ चेंज करना पड़ा, तो इसलिए तुम मेरी गाल सुनो इधर रेड दी है। नहीं शक्ल लगा हुआ ठीक है। हाँ बहुत ओके। കാശ്മീർ നീ എത്ര സുന്ദരി, കാശ്മീർ നീ എത്ര സുന്ദരി. इधर देख, इधर देख, अंदर देख, इधर देख, कितना सुंदर है काश्मीर. काश्मीर तू कितना सुंदर है. काश्मीर ನೀ ಎಷ್ಟು ಚೆನ್ನಾಗಿದೆ. इधर देख, इधर देख, इधर देख, इधर देख, सब जगह सुंदर है. काश्मीर बहुत सुंदर. മറ്റേ ഡയലോഗ് കാശ്മീർ നീ എത്ര സുന്ദരി. കാശ്മീർ നീ എത്ര സുന്ദരിയാണ്. വോയിസിൽ പറയണോ. കാശ്മീർ നീ എത്ര സുന്ദരിയാണ്.